ഇരുപത്തിയാറാം അധ്യായത്തിൽ നരകവർണ്ണന എന്നൊരു ഭാഗമുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഏത്? നരകവർണ്ണന. 28 നരകങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എത്ര? 28. അപ്പോൾ ഇത് കേൾക്കാൻ പലർക്കും ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞു പോയിട്ട് അവിടെ കേൾക്കുമ്പോൾ എന്നല്ല, ചിലരൊക്കെ വിചാരം അവളിത് അനുഭവിക്കും, അവൾ മിക്കവാറും ഈ നരകത്തിലേക്കാണ് പോവുക, അല്ലെങ്കിൽ അവർ ഈ നരകത്തിലേക്കാണ് പോവുക. അപ്പം നമുക്കാരൊക്കെ പാര വെച്ചിട്ടുണ്ടോ, നമുക്കാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ, അവരാ നരകത്തിൽ തന്നെ. കാരണം ആ ലക്ഷണങ്ങൾ അത് ഈ ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതേത് പ്രവർത്തികൾ ചെയ്തവരാണ് ഏതേതെന്ന്. അപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ഉള്ളിലൊരു ടിക്കറ്റ് കൊണ്ടിരി, അവൾ അവിടെയാണ് പോവുക. കാരണം അവളുടെ സ്വഭാവം വെച്ചിട്ട് അവൾ അവിടെ തന്നെ പോകും, അല്ലെങ്കിൽ ഇവൻ ഇവിടെ തന്നെ പോകും. കാരണം അത് അവൻ അനുഭവിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈ നരകവർണ്ണന പറഞ്ഞെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇത് പറയുമ്പോണ്ടല്ലോ, ചിലപ്പം ഭരിക്കുന്നവരെ കുറിച്ച് പോലും ഇതിൽ ചിന്തിക്കും ചിലർ. ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോകുന്നു. ഇപ്പം എന്തിന് അനാവശ്യ രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോൾ കേൾക്കൂ, എന്താണ് ഈ നരകം എന്ന്. ഈ നരകവും സ്വർഗവും ഇതാണ് പൊതുവെ ഇതര മതങ്ങൾ വിറ്റ് കാശാക്കുന്നത്, ഇല്ലേ? നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും നോക്കിക്കഴിഞ്ഞാൽ അവർ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് മനുഷ്യരെ. പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചത്തു കഴിഞ്ഞാൽ നരകക്കുഴി എന്നാണ് അവർ പറയുക, അല്ലേ? നരകക്കുഴിയല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭാഷ? കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഭാഷയുണ്ട്, നരക കുഴി കൊണ്ടിടും ദൈവം. അപ്പോൾ അവിടെ ഒരു നരകക്കുഴി ഉണ്ടെന്നും ആ കുഴിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും. എന്നാൽ ഹിന്ദു സംസ്കാരത്തിൽ ഈ നരകം എന്നത് എന്താണ് വാസ്തവത്തിൽ? അപ്പം മനസ്സിൽ ഞാൻ ഈ വിഷയത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. മനസ്സിൽ നമ്മൾ നരകം സ്വർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ ഒരു ധാരണ, മരണാനന്തരം ആകാശത്തിനപ്പുറത്ത് ഒരു സ്ഥലത്ത് മുഴുവൻ ഈ കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ നരകത്തിൻ്റെ ഒരു പാർക്കുള്ളതുപോലെ നല്ല വലിയ വലിയ ഇവിടെ വെച്ചിട്ടുണ്ട് വലിയ പാത്രങ്ങൾ, കഞ്ഞി ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ പോലെ വലിയ പാത്രങ്ങളൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കത്തിച്ച് തിളപ്പിച്ച് അതിൻ്റെ അകത്തൊക്കെ ഒരു ഭാഗത്തില്ല. ചില വാട്ടർ തീമുകളൊക്കെ അല്ലേ, ചിലയിടത്ത് ഇങ്ങനെ ഉരസി വീഴുക, അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇല്ലേ, കുട്ടികളിങ്ങനെ റോളർ കോസ്റ്ററിൽ പോയി കറങ്ങുക. അപ്പോൾ ഇതുപോലെ നരകത്തിൻ്റെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഒരിടത്ത് എണ്ണയിലിട്ട് കാച്ചുന്നു, വേറൊരിടത്ത് മുള്ളിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് അടിച്ച് വേദനിപ്പിക്കുന്നു, വേറെ വശത്ത് കൃമി കൊണ്ടയിടുന്നു. ഇങ്ങനെ ഒരു ടിക്കറ്റിൻ്റെ സമയം കഴിഞ്ഞാൽ അടുത്തയിലേക്ക് മനുഷ്യൻ്റെ ഈ മനസ്സിനെ കൊണ്ടുപോകുന്ന എന്തോ ഒരു എൻ്റർടൈൻമെൻ്റ്, ആ ഒരു പരിപാടി എവിടെയുണ്ട്? ആകാശത്തിനപ്പുറത്തുണ്ടെന്നാണ് പൊതുവെ ആളുകൾ ഈ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പണ്ട് കാലത്ത്. എന്നാൽ ഹിന്ദു മതത്തിലെ ഈ നരകം എന്ന വാക്ക്, സ്വർഗം എന്ന വാക്ക്, ഇത് മനസ്സിലാക്കണം. ന അഖം ഇതി നരകം എന്നാണ്. ന അഖം, അഖം എന്ന് പറഞ്ഞാൽ സുഖം. മനസ്സിൽ സുഖം ഇല്ലാത്ത അവസ്ഥയുടെ പേരാണ് ഇത് നരകം. സംസ്കൃത ശബ്ദങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ന അഖം, ന അഖം, ന മീൻസ് ഇല്ല, അഖം എന്ന് പറഞ്ഞാൽ സ്പേസ്. മനസ്സിൽ സ്പേസ് ഇല്ലാത്ത അവസ്ഥ, മനസ്സിൻ്റെ വിശാലത നഷ്ടപ്പെടുന്ന അവസ്ഥ. അതായത് മനസ്സ് വളരെ സങ്കുചിതമാകുന്ന, മനസ്സ് വളരെ സംഘർഷഭരിതമാകുന്ന അവസ്ഥയുടെ പേരാണ് ഏത്? നരകം എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ സത്യമല്ല. ഇത് മനസ്സിൽ സംഘർഷങ്ങളുണ്ടാക്കുക. മനസ്സിൽ സംഘർഷങ്ങളുണ്ടാവാൻ കാരണം മനസ്സിൽ ഓരോരോ ചിന്തകൾ വന്ന് അസ്വസ്ഥമാക്കുക. പല കണക്കുകൂട്ടലുകൾ അല്ലേ, പല കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ആ അസ്വസ്ഥതകളാണ് നമ്മളെ കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. അപ്പം ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യും തോറും പലപ്പോഴും മനസ്സിൽ നമ്മുടെ ചില സ്വഭാവങ്ങൾ അങ്ങനെ രൂഢമൂലമായി നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. അപ്പം ഇങ്ങനെ ഉള്ളിൽ ഉറച്ചു പോകുന്ന ഈ സംസ്കാരങ്ങളായിരിക്കും നമുക്ക് ഓരോരോ യാതനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത്.
ഈ നരകം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പേരാണ് നരകം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള സംഘർഷങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചാണ് നരകമുണ്ടാവുക. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ചിന്തകൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ ചിന്തകളുടെ പ്രശ്നം കൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിനെ പല നരകങ്ങളായി പേരിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പല നരകങ്ങളുടെ പേരുകൾ എഴുതാൻ കാരണം ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? മനസ്സിലുള്ള സംഘർഷങ്ങളാണ്, അസ്വസ്ഥതകളാണ്. അപ്പം ഈ അസ്വസ്ഥതകളും സംഘർഷങ്ങളും ഉള്ളോടത്തോളം കാലം മനുഷ്യൻ വ്യത്യസ്തങ്ങളായ നരക അനുഭവങ്ങളിലൂടെ കടന്നു പോവാൻ ബാധ്യസ്ഥനാണ്. അപ്പം ഈ നരകം ഒരിക്കലും മരണാനന്തരമല്ല. ഈ നരകം ഇവിടെ തന്നെയാണ്. അതാണ് കവി എഴുതി വെച്ചത്, തനിക്കുതാനെ പണിവതുനാഗം നരകവും അതുപോലെ. ഭാഗവതത്തിൽ 3ാം സ്കന്ധത്തിൽ 29ാം അധ്യായത്തിൽ 30ാം അധ്യായത്തിൽ 29ാം ശ്ലോകത്തിൽ കപില ഭഗവാൻ അമ്മയോട് പറയുന്നുണ്ട്, അത്രൈവ നരകസ്വർഗ ഇതി മാതൃപ്രചക്ഷതേന്ന്. ഹേ അമ്മേ, യഥാർത്ഥത്തിലുള്ള നരകം ആകാശത്തിനപ്പുറത്തല്ല, അത് എവിടെയാണ്? ഇവിടെ തന്നെയാണ് ആ നരകം ഇരിക്കുന്നത്. അപ്പം മനുഷ്യൻ കടന്നു പോകുന്ന, മനുഷ്യൻ്റെ അസ്വസ്ഥ മനസ്സ് കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് എന്തു പറയുക? നരകങ്ങൾ എന്ന് പറയും. ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് അവനവന് നരകമുണ്ടാക്കുന്നത് ആര് തന്നെയാണ്? അവനവൻ തന്നെയാണ്. ഉള്ളിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാതെ, ഉള്ളിലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാതെ, ഉള്ളിലുള്ള ചിന്തകളെ മാറ്റിയെടുക്കാതെ നരകത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പം മരിച്ചതിന് ശേഷം ഒരു നരകത്തിലൊന്നും പോണ്ട നിങ്ങൾ. എവിടെ തന്നെയുണ്ട്? എവിടെ തന്നെയുണ്ട്? ഇവിടെ തന്നെ. ഭാഗവതത്തിൽ കൃഷ്ണൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ, നരകത്തിനെ നിർവചിച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇത് 11ാം സ്കന്ധത്തിൽ 16ാം അധ്യായത്തിൽ 43ാം ശ്ലോകത്തിൽ കാണാം. അവിടെ കൃഷ്ണൻ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉദ്ധവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാണ്, നരക, വാട്ട് ഈസ് ഹെൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നരകമെന്നാൽ സ്വർഗം, നരകം, ഈ 2 ചോദ്യമാണ് ചോദിക്കുന്നത്. സ്വർഗം എന്നാൽ സ്വർഗ സത്വഗുണോദയ, സത്വഗുണം ഉള്ള മാനസികാവസ്ഥയാണ് സ്വർഗം. എന്നാൽ നരകം എന്ന് പറയുന്നു തമ ഉന്നാഹം, തമോ ഗുണം എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിൽ അലസതയും അവശതയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ ആ മനസ്സിലെന്നും എന്ത് വരും? പറയൂ, നരകം വരും. ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ ഒരു നരകത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം മനസ്സിൽ അനാവശ്യമായ ഉത്കണ്ഠകളും അങ്ങനെ സംഘർഷങ്ങളും കൊണ്ട് നടന്ന്, അതാണ് ഇന്ന് അവർ മോഡേൺ പേരിട്ടിരിക്കുന്നത് ടെൻഷനെന്നും സ്ട്രെസ്സെന്നും പുതിയ പുതിയ ഭാഷകൾ ഡിപ്രഷനെന്നും ഒക്കെ പേരിട്ടിരിക്കുന്നത്. ആണോ? ഈ ടെൻഷനൊക്കെ മനസ്സിൽ അധികം നിന്നാൽ ഇത് ശാരീരികമായ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കൂ, വലിയ ചർച്ചകൾ മെഡിക്കൽ പ്രൊഫഷണൽ രംഗങ്ങളിൽ നടക്കുകയാണ്. കാരണം സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരുന്നു. അതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ, ഇപ്പോൾ ഓരോ മാസം ഓരോ അവയർനെസ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരുന്നു, ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നു. പഴയതിനേക്കാളും രോഗങ്ങൾ പുതിയത്. ഇപ്പം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ആളുകൾ ചിലർ റെയറായിട്ട് എടുക്കുന്നൊരു സാധനമാണ് പാവം ഈ LIC-ക്കാർ പിന്നാലെ നടക്കൊരു ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പൊതുവെ ആളുകൾ ഇത് എടുക്കാറില്ല. കാരണം ചത്ത നമുക്കല്ലല്ലോ കിട്ടുന്നത്, അല്ലേ? ചത്തിട്ട് അവനവനല്ലോ കിട്ടുന്നത്. ലൈഫ് ഇൻഷുറൻസ് എന്നാണ് പേരെങ്കിലും ലൈഫ് പോയാലേ അത് പൈസ തരുള്ളൂ, അല്ലേ? അത് നോമിനിക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പലരും അത് എടുക്കുമ്പോൾ ചെറിയ എമൗണ്ടൊക്കെ എടുക്കണം. എന്നാൽ ഇപ്പം അടുത്ത കാലത്തെ ട്രെൻഡ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആണോ? ആളുകൾ അത്രമാത്രം ഇന്ന് ആരോഗ്യത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് സംഗതി കൈവിടുക എന്നത് ഒരു ഉറപ്പുമില്ല. അതാണെങ്കിൽ എന്നും നിങ്ങളാണെങ്കിൽ ഈ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലാണല്ലോ. ചില ലക്ഷണങ്ങൾ പറയാം, തുമ്മലുണ്ട്, അതുണ്ട്, ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു എന്ന് ഉറപ്പാണെന്ന്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഒരു കാരണവരുണ്ടായിരുന്നു പണ്ട്. ഇദ്ദേഹത്തിന് വയ്യാതെയപ്പം ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ മരിച്ചുപോയി എന്ന്. അപ്പം പറയിക്കൊട്ട ഒരു നൂലെടുത്തിട്ട് എൻ്റെ മൂക്കിൻ്റെ അവിടെ വയ്ക്കണമെന്ന്. അതായത് നൂലിളകുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല എന്നർത്ഥം. ഈ ശ്വാസം കൊണ്ടേ, ശ്വാസം വന്ന് പോവല്ലേ, ഇപ്പം നൂലിളകുന്നുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല. ലേശം തലയ്ക്ക് കുറവാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് വെച്ച് നോക്കടാ കുട്ടാ, ഒരു നൂലെടുത്ത് മൂക്കിൻ്റെ അവിടെ വയ്ക്കുന്നു, ഇളകുണ്ടോ? ഇളകുണ്ട്, അപ്പോൾ മരിച്ചിട്ടില്ല അല്ലേ എന്ന്. അപ്പോൾ ഇത് നൂലിളകുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല, നൂലിളകുണ്ടെങ്കിൽ അല്ല ഇല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെന്ന്. പണ്ടൊരാൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ട് കാണും. ഒരു മുല്ലാ നസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് പേർഷ്യയിലൊരു വലിയൊരാളുണ്ടായിരുന്നു, പണ്ഡിതൻ. ഇങ്ങോർക്ക് രാവിലെ ഇപ്പോൾ കംപ്ലീറ്റ് ബോഡി അങ്ങോട്ട് ഒരു സ്റ്റില്ലായതുപോലെ, ചിലർക്കുണ്ടല്ലോ കൈയും കാലും ഇളകാതെ വരും, ഭയങ്കര ഒരു ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന പോലെ, കൈയും കാലും കോച്ചെന്ന് പറയുന്നത്. ഇയാൾക്ക് ശരീരം ഇളക്കാൻ പറ്റുന്നില്ല. ഇയാൾ മക്കളോട് പറഞ്ഞു ഞാൻ മരിച്ചു പോയിന്ന്. മക്കൾ പറഞ്ഞു മരിച്ച ആൾ വർത്തമാനം പറയാറില്ല എന്ന്. അത് നിങ്ങളല്ല തീരുമാനിക്കുക, ഞാനാ തീരുമാനിക്കുക എന്ന്. അപ്പോൾ അവർ പറഞ്ഞാൽ പിന്നെ ഡോക്ടർ തീരുമാനിക്കണം നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു നോക്ക്, നിങ്ങൾ മരിച്ചിട്ടില്ല, അതിൻ്റെ ഉറപ്പാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ന്യായമൊന്നും കേൾക്കണ്ട, എന്നെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയുന്നത്. ഈ മനുഷ്യൻ വട്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം നിങ്ങൾ മരിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഞാൻ മരിച്ചില്ല എന്നത് എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കും നിങ്ങൾ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സൂചി കൊണ്ട് നിങ്ങളുടെ ദേഹത്ത് കുത്തുമ്പോൾ ബ്ലഡ് വന്നാൽ നിങ്ങൾ മരിച്ചിട്ടില്ല. ആരെ മരിച്ച ശരീരത്തിൽ നിന്ന് ഒരിക്കലും ബ്ലഡ് വരില്ല എന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കുത്തിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർ സൂചി ഇരുന്ന് കുത്തി, ബ്ലഡ് വന്നു. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരിച്ച ശരീരത്തിൽ നിന്നും ബ്ലഡ് വരുന്നു. എന്താ പറയാനുള്ളത് പിന്നെ, മരിച്ച ശരീരത്തിൽ നിന്നും ബ്ലഡ് വരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ആ മാനസിക അവസ്ഥ ഇന്ന് പണ്ടത്തേതിനേക്കാളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ കൂടിയതുകൊണ്ട് രോഗങ്ങൾ ഇന്ന് സഹചാരികളായി നമ്മുടെ കൂടെ യാത്രയാണ്. ഈ കാര്യത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഇൻഷുർ ചെയ്യേണ്ടത് ഈ ബോഡിയല്ല. ഏറ്റവും ആദ്യം ഇൻഷുർ ചെയ്യേണ്ടത് അവനവൻ്റെ പറയൂ മനസ്സാണ്. മനസ്സിനെ നിങ്ങൾ ഒരു ചിലവുമില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മറ്റേത് വർഷം പ്രീമിയം അടയ്ക്കണം വേണ്ടേ? അത് ഓരോരോ കമ്പനിക്കാരാണെങ്കിൽ ആദ്യം ചോദിക്കും നിങ്ങൾക്ക് കിഡ്നി ഉണ്ടോ, ചട്നി ഉണ്ടോ, എത്ര കിഡ്നി ഉണ്ട്, അതിൻ്റെ പ്രവർത്തനം എത്രയുണ്ട്, ഉണ്ടോ, ഹാർട്ട് ഉണ്ടോ, അതിൻ്റെ പ്രവർത്തനം എത്രയുണ്ട്. വയസ്സിനനുസരിച്ചല്ലേ അവർ ഓരോ ആനുവൽ ഇതൊക്കെ മേടിക്കുക. ആണോ? ഉണ്ടോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഇൻഷുർ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഏതിന് ഇൻഷുർ ചെയ്യണം? മനസ്സിന് ഇൻഷുർ ചെയ്യണം. അത് ആരുടെ അടുത്തേക്ക് ഇൻഷുറൻസ് ചെയ്യേണ്ടത്? അതിനാണ് ഭഗവാന് അതൊന്ന് വിട്ടുകൊടുക്കണം. ഭഗവാന്റെ കാലിൽ വെച്ചുകൊണ്ട് പറയണം ഞാൻ ഇവിടെ അതിനെ ഇൻഷുർ ചെയ്യാണ്, പ്രീമിയം തന്നുകൊള്ളാം ഭഗവാനെ, ഈ മനസ്സ് അങ്ങക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യനിഷ്ഠയും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടന്ന് ഈ മനസ്സിനെ മാറ്റിയെടുക്കാൻ തുടങ്ങിയാൽ നരകതുല്യമായ രോഗങ്ങളിൽ നിന്നും മനുഷ്യന് ക്രമേണ മോചനം ഉണ്ടാക്കാം. ശ്രദ്ധിക്കണം, മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിലും മനസ്സിലെ ചിന്തകളെ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇന്നും മെഡിക്കൽ സയൻസിന് നമുക്ക് തെളിയിച്ചു തരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പണ്ടുകാലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദി കൂടുന്തോറും ഏത് കൂടും? വ്യാധി കൂടുന്നു. അപ്പോൾ ഈ ആദി, ഈ ടെൻഷൻ, ഈ സ്ട്രെസ്സ്, ഈ മൈൻഡിലുള്ള ഡിസ്റ്റർബൻസ് അത് കുറയ്ക്കൽ അത്ര എളുപ്പവും അല്ല. കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അങ്ങനെ അടിഞ്ഞു കൂടിക്കിടക്കുന്നതിനെ നമ്മൾ കുറച്ച് കർക്കശമായ അനുഷ്ഠാനം കൊണ്ടു നടന്നാലേ
അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. സത്യത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനാണ് അമ്പലത്തിൽ പോയി കുറച്ചൊക്കെ പ്രദക്ഷിണം വെച്ചും ജപിച്ചുമൊക്കെ ആളുകൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഒരുവിധം രോഗങ്ങളൊന്നും നമ്മളടുത്തേക്ക് വരില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാം, പൂജ ചെയ്യുന്നവർ പോലും രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കത്തിക്കുന്ന കർപ്പൂരം പോലും നമുക്ക് അപകടമാണ്. ഇന്ന് കർപ്പൂരം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്? കർപ്പൂരം എന്ന് പറയുന്ന സാധനം എന്താണ്? കർപ്പൂരാണോ അത്? നിങ്ങൾക്കറിയില്ല ഇതിനെക്കുറിച്ച്. കർപ്പൂരം എന്ന് പറയുന്ന കർപ്പൂരമല്ല അത് പെട്രോളിയം ജെല്ലി കേക്കാക്കി മാറ്റി അതിൽ ചില ഈ പെട്രോളിയം ജെല്ലിയിൽ കർപ്പൂരത്തിൻ്റെ എസൻസ് ഒഴിച്ചുകൊണ്ട് അത് പെട്രോളാണ്, പെട്രോളിയം പ്രൊഡക്റ്റാണത്. മനസ്സിലായില്ലേ? പെട്രോളിയം പ്രൊഡക്റ്റാണ് ഇപ്പോൾ കിട്ടുന്ന ഏത് കർപ്പൂരം. ഇത് ക്യാൻസർ കയറി പിടിക്കും, അത്ര അപകടകരമായ സാധനമാണത്. ശരിക്കും ഒറിജിനൽ കർപ്പൂരം എന്ന് പറഞ്ഞാൽ പച്ച കർപ്പൂരമാണ്. പക്ഷേ ആ സാധനം മേടിക്കാൻ മുതലാവില്ല. ആയുർവേദ കടയിലൊരു പച്ച കർപ്പൂരം എന്നൊരു സാധനമുണ്ട്. അത് കത്തിച്ച് അറിയോ? പച്ച കർപ്പൂരം കണ്ടിട്ടുണ്ടോ? അത് കത്തിച്ച് നോക്കും, അതിനൊരിക്കലും എന്തില്ല, അതിന് പുകയില്ല. പച്ചക്കർപ്പൂരം പുകയില്ല. പക്ഷെ അത് ഇന്ന് കത്തുന്ന കർപ്പൂരത്തിനോ, ഇന്ന് കത്തുന്ന കർപ്പൂരത്തിന് പുകയുണ്ടോ? പുകയുന്ന കർപ്പൂരം എന്ന് പറയുന്നത് അത് പെട്രോൾ പ്രൊഡക്റ്റാണത്. സത്യത്തിൽ ഇത് അമ്പലത്തിൽ കയറ്റണോ വേണ്ടേ എന്നുള്ളത് എല്ലാവരും ഇരുന്ന് ചിന്തിക്കണം. കാരണം ഇത് ക്യാൻസർ പോലുള്ള അപകടം ഉണ്ടാക്കി വെക്കുന്നൊരു, നിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ, ശ്രീകോവിലിൻ്റെ അകത്താണെങ്കിൽ വാതിൽ പോലും ഇല്ല, ചുറ്റും അടച്ചിട്ടിരിക്കുക. ഒരു ചെറിയ മുന്നിലുള്ള വാതിൽ മാത്രമേ ഉള്ളൂ. ആണോ? അപ്പം നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനവും ബോധമൊക്കെ വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? വിശ്വാസങ്ങളൊക്കെ അവസാനം രോഗങ്ങളായി, നരകങ്ങളായി. എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇപ്പം നരകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമേനി പറയും, ഈ കർപ്പൂരം എനിക്ക് നരക തന്നുകൊണ്ടിരിക്കണതെന്ന്. മനസ്സിലായില്ലേ? ഇതൊരു രോഗമായിട്ട് മാറും ഇന്ന്. അതുകൊണ്ട് പലരും ക്യാൻസർ രോഗങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂജ ചെയ്യുന്നവർ പോലും ക്യാൻസർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഈ മനസ്സ് എന്ന് പറയുന്ന സാധനത്തെ അത്ര ലാഘവത്തോടെ നമ്മൾ എടുക്കരുത്. മനസ്സിനെ ലാഘവത്തോടെ എടുത്താൽ മനസ്സ് ജീവിതത്തെ കൂടുതൽ ഗുരുതരമാക്കി കളയും. എത്ര ലാഘവത്തോടെ മനസ്സിനെ എടുക്കുന്നോ അത്ര ഗുരുതരമാക്കും ജീവിതം. എന്നാൽ എത്ര ശ്രദ്ധയോടെ മനസ്സിനെ എടുക്കുന്നോ അത്ര ലാഘവമാക്കും ജീവിതം. ഇതൊരു സീസോ പോലെയാണ്. അപ്പം ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കണം. അതിലൊരു വീഴ്ച ഉണ്ടാക്കരുത്. രാവിലെ എണീക്കണം എന്ന് പറഞ്ഞാൽ എണീറ്റേ പറ്റുള്ളൂ. ജപിക്കണം എന്ന് പറഞ്ഞാൽ ജപിച്ചേ പറ്റുള്ളൂ. അങ്ങനെ കുറെ കർക്കശമായ വ്രതനിഷ്ഠകൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ നരകത്തിൻ്റെ തീവ്രത കുറയ്ക്കാം. എത്ര മനസ്സ് പോസിറ്റീവ് ആവുന്നുണ്ടോ അത്ര നരകം ഇല്ലാതാക്കാം. ഇപ്പം നിങ്ങൾക്കാർക്കും കിടന്നു മരിക്കണമെന്ന് ആഗ്രഹമില്ല, നിങ്ങൾക്കാർക്കും ദുരിതം അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ല. ഇതൊന്നും ആഗ്രഹമില്ലെങ്കിൽ മനസ്സിന് അത്രയും, ഇതൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സിന് അത്രയും ഒരു ശക്തിയും കരുത്തും ഉണ്ടാക്കണം. അപ്പം അതിനെത്ര മെനക്കെടണം? അപ്പം നരകം ഇല്ലാതെയാക്കണമെങ്കിൽ മനസ്സിനെ അല്പമൊക്കെ തപസ് ചെയ്യിപ്പിക്കണം. നല്ലവണ്ണം കുറേ അനുഷ്ഠാനങ്ങളിലൂടെ കൊണ്ടുപോകാൻ പരിശീലിപ്പിച്ചാൽ നരകത്തെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യാം. ദുരിതങ്ങളൊന്നും നിങ്ങളുടെ അടുത്തുകൂടെ വരില്ല. മനസ്സിലാവുണ്ടല്ലോ? പഴയ കാലത്ത് ആളുകൾ കിലോമീറ്ററോളം നടന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് അങ്ങനെയൊക്കെ കൃഷിയും ചെയ്ത് അല്ലേ, അങ്ങനെ അവർ ജീവിതം വളരെ, അന്നത്തെ കാലഘട്ടം നോക്കൂ നിങ്ങൾ, ഒരു നരക ജീവിതമായിരുന്നു അവർക്ക്. പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായ സ്വർഗം, സുഖം, സന്തോഷം, ഐക്യം, സ്നേഹം, അത് ഇന്ന് വർണ്ണിക്കാൻ പോലും പറ്റില്ല. രാവിലെ എണീക്കൽ, ദൂരെ പോയി ടോയ്ലറ്റിൽ പോകണം, കുളിക്കാൻ ദൂരെ പോകണം, തുണി അലക്കാൻ ദൂരെ പോകണം, വേണ്ടേ? അന്ന് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആളുകൾക്ക്. ആണോ? 5-6 കിലോമീറ്ററൊക്കെ നടന്ന് സ്കൂളിൽ പോയിട്ടുള്ളവരുണ്ട്. ഇവിടെ ഉണ്ടോ? എത്ര പേരുണ്ട്?
നോക്കൂ, പഴയ കാലത്ത് 5-6 കിലോമീറ്ററൊക്കെ മനുഷ്യൻ നടന്നൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ടൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ ഇന്ന് പ്രസവിക്കുന്നത് എയർ കണ്ടീഷൻ റൂമിലാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോയിലേക്ക് ലോഡ് ചെയ്യുക, പിന്നെ അത് സ്കൂളിൽ അൺലോഡ് ചെയ്യുക, തിരിച്ച് വീട്ടിൽ നിന്ന് അവിടെ അൺലോഡ് ചെയ്യുക, ഇവിടെ അൺലോഡ് ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ ബൈക്കും കൂടി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഒരടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു 10 അടി നടക്കുമ്പോഴേക്കും ഇതാ കിടക്കണു വീണിതല്ലോ ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞു വരികയാണ്. മനോബലം കുറഞ്ഞതോടെ ആരോഗ്യവും കുറഞ്ഞു. ഇതിൽ മാറ്റം ഉണ്ടാക്കണ്ടേ? അത് ഭാഗവതം വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഭാഗവതത്തിലൂടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കണം. അത് കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട രാവിലെ 7 മണിക്ക് ഗുരുവായൂരപ്പനെ പോയി തൊഴുത്, അതും അവിടെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ടിട്ട് ചുളുവിൽ അങ്ങോട്ട് കയറി ചെന്ന് തൊഴുത് ഒക്കെ ഗുരുവായൂരപ്പൻ നോക്കുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് അങ്ങനെ ഒരാളുടെ കാര്യത്തിലും ഒരു ഗ്യാരണ്ടിയും തരില്ല. ഭഗവാൻ പറയും, അങ്ങനെയൊന്നും എന്നെ തൊഴുതാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല ജീവിത പ്രശ്നങ്ങൾ. എന്നെ തൊഴുതത് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പാപം എൻ്റെ അച്ഛൻ്റെ പ്രശ്നമാണ് ആദ്യം ഞാൻ പരിഹരിക്കേണ്ടത്. അച്ഛൻ്റെ പ്രശ്നം പോലും പരിഹരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ, പിന്നെ നിങ്ങളുടെ ഭക്തിയെ മാറും. ദൈവത്തിന് അല്ലെങ്കിൽ പുറമേയുള്ള ഒരാൾക്കും എൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കേ പറ്റുള്ളൂ? എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, അന്ന് നിങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും. കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും ഇത്തിരി നരകത്തിലൂടെ കടന്നു പോയാലും അത് ജീവിതത്തെ സ്വർഗമാക്കി മാറ്റും. അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതത്തെ മാറ്റിമറിച്ച ഒരു മഹാത്മാവാണ് ഇവിടെ നമുക്ക് കാണാനുള്ള അജാമിളൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം അജാമിളൻ്റെ കഥ, അപ്പം അതിനു മുമ്പ് ഞാൻ ഒരു നരകത്തെ അങ്ങോട്ട് മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമുണ്ട്. അവിടെ എന്താണ്, താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീപാകം, നരകത്തിൻ്റെ പേരുകളാണ് ഓരോരോ പേരുകൾ. കൃമിഭോജനം, എന്താണ് കൃമിഭോജനം? ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ നൂഡിൽസ് കഴിക്കുന്നതാണോ എന്ന്. ഇതൊക്കെ നോക്കൂ നിങ്ങൾ, ഈ നരകമൊക്കെ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് കൃമികുണ്ടേ നിബദതി, കൃമികുണ്ടത്തിൽ വീഴും, കൃമിഭിരേവ ഭക്ഷ്യമാണം, കൃമി കഴിക്കുകവരെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ആകാശത്തിൽ എവിടെയോ ഒരു വലിയ കൃമികുണ്ടമുണ്ട്, വലിയ ഞാഞ്ഞുള്ള പോലത്തെ കൃമികളുള്ളിടത്തും അവിടെ പോയി വീണ് അത് നമ്മളെ കഴിക്കുന്നതാണെന്ന്. പക്ഷേ ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഒരു തരം കൃമിഭോജനല്ലേ? മനുഷ്യൻ്റെ സെല്ലുകളെ കാർന്ന് ആണോ? അപ്പം ഈ കൃമികുണ്ടം എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? പറയൂ. താമിശ്രം, ബന്ധതാമിശ്രം എന്നൊക്കെ ഒരു 50-60 വയസ്സാകുമ്പോണ്ടല്ലോ കണ്ണിൻ്റെ കാഴ്ച ക്രമേണ കുറയും കഴിഞ്ഞാൽ കാഴ്ച ചിലർക്കാണെങ്കിൽ മനസ്സിൻ്റെ കാഴ്ച എന്നോ പോയിരിക്കണം. ഈ രീതിയിലൊക്കെയുള്ള ദുരിതങ്ങൾ. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വേട്ടയാടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ദുരിതങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നതിന് മുമ്പ് മനസ്സിനെ ഞാൻ ഇതിലൂടെ കടന്നു പോകാൻ പരിശീലിപ്പിച്ച് ഉയർത്തി എടുക്കണം. വേണോ? അപ്പം ദുരിതങ്ങൾ വരുമ്പോൾ ആ ദുരിതങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഓടിപ്പോയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ആ ദുരിതങ്ങളെ നേരിടാൻ, അഭിമുഖീകരിക്കാൻ, മറികടക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന വിധത്തിൽ ചില പരിശീലനങ്ങൾ, കർക്കശമായ പരിശീലനങ്ങൾ അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടിയാലും അതിനു വേണ്ടി മെനക്കെടുമ്പോൾ അത് പിന്നീട് തരുന്ന ഒരു മനോബലം വളരെ കൂടുതലായിരിക്കും. അപ്പം ഇത് നിങ്ങൾ ഓർത്തോളണം. നരകം എന്നാൽ ദുരിതമുണ്ടാക്കുന്ന അനുഭവങ്ങൾ. നരകം എന്നാൽ പല ദുരിതങ്ങളുണ്ടാക്കുന്ന അനുഭവങ്ങൾ. അത് പല വിധത്തിൽ നമുക്ക് വരുന്നത് കൊണ്ടായിരിക്കാം പല വിധത്തിലുള്ള നരകങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. മക്കളിലൂടെ ദുരിതം അനുഭവിക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവരുണ്ടോ?
ദാമ്പത്യ ബന്ധങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരില്ലേ? ഉണ്ടോ? ഉണ്ട്. സ്വന്തം വീട്ടിലെ ബന്ധുക്കൾ കാരണം ഇല്ലേ, സഹോദരി സഹോദരന്മാർ കാരണം ദുരിതം അനുഭവിക്കുന്നവരില്ലേ? പല വിധത്തിൽ മനുഷ്യൻ്റെ കൂടെ നരകം എന്നും ഉള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ നരകം. ഇന്നാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ സാമ്പത്തിക ചെലവ് പണ്ടത്തേതിനേക്കാളും കൂടിക്കൂടി വരികയാണ്. അപ്പം പണം അതൊരാവശ്യം തന്നെയാണ്, ആണോ? അപ്പം അതിൻ്റെ ഒരു ചിലവൊക്കെ കൂടിക്കൂടി വരുന്നത് കൊണ്ട് അതും ഒരു ദുരിതം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഈ ദുരിതത്തിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൽ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി കുറച്ച് മുസ്ലിം തീവ്രവാദികൾ, ഹമാസ് ഗ്രൂപ്പ്. അതിനാ ഇസ്രായേൽ ഒരു അടി അങ്ങോട്ട് അടിച്ച് അല്ലേ, ഗാസ എന്ന് പറയുന്നൊരു പട്ടണത്തെ തന്നെ കംപ്ലീറ്റ്ലി തകർത്ത് തരിപ്പണാക്കി. ഒരു 5 ലക്ഷം ആളുകൾക്കെങ്കിലും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. എത്ര? 5 ലക്ഷം ആളുകളുടെ ജീവിതം നരകത്തിലാക്കി കൊടുക്കും. ബോംബിട്ട് സകലത്തും തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ച് കുറച്ച് തീവ്രവാദികൾ ചെയ്ത ദുരന്തം ഓൾമോസ്റ്റ് ഒരു 70,000 ആളുകളെങ്കിലും മരിച്ചുപോയി ഇവരുടെ ഈ യുദ്ധം കൊണ്ട്. ഒരു 5 ലക്ഷം ആളുകൾക്കെങ്കിലും വീടുമെല്ലാം നഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ ഒരു ശ്മശാന തുല്യമാണ് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അപ്പോൾ കുറച്ച് പേര് ചെയ്യുന്ന ദുരിതത്തിന് അനുഭവിക്കുന്നത് കുറേ ആളുകളുടെ ജീവിതം ദുരിതമാക്കുക. മനസ്സിലായില്ലേ? ഇത് ഇന്ന് നമ്മൾ അങ്ങോട്ട് നോക്കണ്ട, ഒരാളുണ്ടാക്കുന്ന വീട്ടിലെ പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഇത് എല്ലാ നാടുകളിലുമുണ്ട്. അവിടെ പിന്നെ അത് ബോംബിൻ്റെ തലത്തിലേക്ക് പോയി. ഇവിടെ അത് മാനസിക ശാരീരിക തലത്തിൽ നിൽക്കുന്നു എന്ന് മാത്രം, ആണോ? അവിടെ അത് കൂടുതൽ ഫിസിക്കൽ യുദ്ധത്തിൽ പോയി. ഇവിടെ അത് മെൻ്റൽ യുദ്ധത്തിലാണത്, മാനസികമായൊരു സംഘർഷത്തിലാണ്, ആണോ? ആണോ അല്ലയോ? അപ്പോൾ യുദ്ധം എല്ലാ കാലഘട്ടങ്ങളിലും എവിടെയും മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണാതെ പോവുകയാണോ വേണ്ടത്? ഇതൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കുകയാണോ വേണ്ടത്? അതോ മാനസികമായി കൂടുതൽ കൂടുതൽ കരുത്തുള്ളവരായി മാറുകയാണോ വേണ്ടത്? മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഏത് തരത്തിലുള്ള നരകങ്ങൾ വന്നാലും അതിനെ നേരിടാൻ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് നരകത്തെ വർണ്ണിക്കാനല്ല നരകം എഴുതി വെച്ചത്, നരകത്തെ അതിവർത്തിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കാനാണ് നരകവർണ്ണന എഴുതി വച്ചിരിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം. നരകത്തെ വർണ്ണിക്കുന്നതല്ല നരകവർണ്ണന, നരകത്തെ അതിവർത്തിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഏത് നരകവർണ്ണന. ഇത് എന്നും നമ്മുടെ കൂടെ ഉള്ളതാണ് നരകം എന്ന് പറയുന്നത്. കാരണം എന്നും മാനവരാശി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളെ പറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങൾക്കൊരിക്കലും ഒരു പരിഹാരമാവുകയില്ല. പ്രശ്നത്തിൻ്റെ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാൻ, അതിനെ അഭിമുഖീകരിക്കാൻ മനസ്സിനെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുക. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പ്രശ്നങ്ങളും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പറഞ്ഞാൽ, ഗുരുവായൂരപ്പനോട് പറയുകയാണ്, ഗുരുവായൂരപ്പ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്, എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ഒരെണ്ണം. എൻ്റെ കാര്യത്തിലോ? എൻ്റെ കാര്യത്തിൽ എത്ര എണ്ണം ഉണ്ട്? ഒരു തമാശയായിട്ട് പറയുന്നൊരു കഥയാണ്. ഒരാൾ തൃപ്പയാറിൽ ഉത്സവത്തിന് പോയി. തൃപ്പയാറിൽ ഭയങ്കര തിരക്കിൽപ്പെട്ട് ഇയാളുടെ ഭാര്യ മിസ്സായിപ്പോയി. ഒരു 2-3 മണിക്കൂർ തപ്പിയിട്ടും ഭാര്യയെ കാണില്ല. ഇയാൾ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ശ്രീരാമസ്വാമിയോട് കരഞ്ഞ് പറയുകയാണ്, സ്വാമി എൻ്റെ പേരും രാമചന്ദ്രൻ എന്നാണെന്ന്, ഈ പോയ ഭക്തൻ്റെ പേരും രാമചന്ദ്രനാണ്, നമ്മൾ തുല്യ ദുഃഖിതർ. ഇയാളുടെ ഭാര്യയുടെ പേര് സീതാദേവി എന്നാണ്. ഇപ്പം നമ്മൾ 2 പേരും തുല്യ ദുഃഖിതരാണ്. അങ്ങയുടെ ഭാര്യ പോയപ്പോഴുള്ള സങ്കടം അറിയാലോ. ഇപ്പം ഞാൻ അതിലൂടെ കടന്നു പോവാണ്. എനിക്കെൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, കുറേ സമയമായി കാത്തിരിക്കുന്നു,
അവളെ ഇനി വല്ലവരും കൊണ്ടുപോയി. അതാ ഇദ്ദേഹത്തിൻ്റെ പേടി. ഇദ്ദേഹത്തിനെ വിട്ടിട്ട് അവൾ വല്ലവൻ്റെയും കൂടെ പോയോ എന്നുള്ളൊരു പേടി. ഇന്നിപ്പോൾ അതല്ലേ കാലം. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ പോകുന്നതും ബസ് ഡ്രൈവറുടെ കൂടെ പോകുന്നതും ആണോ കാലം? അങ്ങനെയും പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രകടമായിട്ട് പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ ഭാര്യ പോയപ്പം എനിക്കത് ശരിയാക്കി തന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പം അങ്ങ് സങ്കടവും കൊണ്ട് ആരെടുത്ത് വീഴോ? അതിന് ഹനുമാൻ സ്വാമി അവിടെ പോയി കണ്ടുപിടിച്ച് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കങ്ങനെ സീതാദേവി കണ്ടുകിട്ടാൻ പറ്റുമോ? അതുകൊണ്ട് ആദ്യം എവിടെ പോകണം? അപ്പോൾ ഒരവതാരമൂർത്തിക്കും നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിത്തരാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഉണ്ടോ ധാരണ? പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? സാധന ചെയ്ത് പ്രശ്നങ്ങളെ അതിവർത്തിക്കുകയാണ് വേണ്ടത്. ഏതാ ഇതിൽ ശരി? ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് സാധ്യമാണോ? എനിക്ക് തോന്നുന്നില്ലേ അത് സാധ്യമാണെന്ന്. എന്നാൽ സാധന ചെയ്ത് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ സാധിച്ചാൽ, കരുത്തുള്ളതാക്കാൻ സാധിച്ചാൽ പ്രശ്നങ്ങളൊന്നും അധികം അതിനെ അലട്ടില്ല. അതല്ലേ ശരി? ഏതാ ശരി? പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നതാണോ ശരി? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ പാവം ജനിക്കുന്നത് എവിടെയാ? ഏത് സ്ഥലത്താ? കാരാഗൃഹത്തിലാണ്. ആണോ? കൊട്ടാരത്തിൻ്റെ ഉള്ളിലല്ല. ആണോ? ആ അമ്മയ്ക്ക് കൃഷ്ണന് ജന്മം കൊടുക്കാൻ 6 കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നു കംസൻ്റെ അടുത്ത്. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ടോ? ഈ ദുരിതം അമ്മ അനുഭവിച്ചിട്ടുണ്ടോ? കാരാഗ്രഹത്തിൽ പ്രസവിച്ച ഉടനെ അമ്മയിൽ നിന്നും കൃഷ്ണന് മാറേണ്ടി വന്നു. ഉണ്ടോ? അവതാര പുരുഷനായ കൃഷ്ണന് പോലും ഇത്തരം ദുരിതങ്ങളിലൂടെ കടന്നു പോവേണ്ടതുള്ളതെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിച്ചാൽ കൃഷ്ണൻ പറയും, നിങ്ങളെൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് വായിക്കുമെന്നും, ഞാൻ എങ്ങനെയൊക്കെ കടന്നു പോയതെന്നുള്ളത് നിങ്ങളൊന്ന് വായിക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതം എന്താണെന്ന്. മനസ്സിലായില്ലേ? ഇതെങ്ങനെയോ നമ്മുടെ ഇടയിൽ ഒരു അന്ധമായി വന്നു പെട്ടതാണ്. ഏത്? പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന്. അതിൽ ഈ ജ്യോതിഷികൾക്ക് ഞാൻ അവരെ കുറ്റം പറയല്ല, അതിത്തിരി അവർ അബദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം അവരാണ് ഇത് വെറുതെ പ്രചരിപ്പിച്ചത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സമയം നല്ലത് വരും, അതിങ്ങനെ കഷ്ടകാലം ഉള്ളതൊക്കെ കാത്തിരിക്കുകയാണ്. അതിവരിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു പലരെയും. ഇപ്പം നിങ്ങൾക്ക് ശുക്രൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ശനിയുടെ അപഹാരമാണ്, അടുത്തൊരു 1.5 വർഷം കഴിയുമ്പം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അദ്ദേഹം പോയപ്പോൾ തന്നെ ജ്യോത്സ്യൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി വലിയ പ്രശ്നത്തിലാണ് വന്നതെന്ന്. പറഞ്ഞു, എന്താണ്? ഒരുപാട് സാമ്പത്തികമായിട്ട് കടണ്ട് സാർ, കുടുംബജീവിതമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം കാരണം ഒന്നും ശരിയല്ല, എന്നും ഭാര്യയായിട്ട് വഴക്കാണ്, മക്കൾക്കൊരു ബഹുമാനമില്ല, ആരോഗ്യ പ്രശ്നവും വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങേക്കിപ്പോൾ ശനിയുടെ അപഹാരമാണ്, ഒരു 1.5 കൊല്ലം കഴിഞ്ഞാൽ ശരിയാവുന്നു. എത്ര? അപ്പോൾ അങ്ങേക്ക് മാറുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കണം, 1.5 കൊല്ലം കഴിഞ്ഞാലൊന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഒരു ശീലമായിക്കൊള്ളുന്നു. കാരണം അങ്ങ് ഇപ്പോഴേ കരയുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഒരു 1.5 കൊല്ലം കഴിഞ്ഞാലും ഈ കരയുന്ന സ്വഭാവത്തിന് യാതൊരു ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ് കൂടെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അങ്ങനെ ചില ആളുകൾ ഒരു തെറ്റിദ്ധാരണയിലാണ്. ഞാൻ സത്യത്തിൽ ഇതിനൊന്നും എതിരല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങളുടെ സമയം നല്ലതാക്കി എടുക്കുന്നത് ഒരു കാലവുമല്ല. നിങ്ങളുടെ സമയം നല്ലതാക്കി തീർക്കുന്നത് നിങ്ങളുടെ മനസ്സ് നല്ലതാണോ ജീവിതം നല്ലതാണ്. മനസ്സ് ശരിയല്ലേ, എത്ര അനുകൂലമായി എന്തുണ്ടായിട്ടും എന്താ മിണ്ടാത്ത? നിങ്ങൾ നോക്കൂ, നിങ്ങൾ നല്ല സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പായസം കൊണ്ട് വിളമ്പുമ്പോൾ ആ നല്ലൊരു പായസം, എല്ലാവരും പറയും പായസം നന്നായിട്ട്, ആ പായസം കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് പറയാം, അയ്യോ ആ പായസം കുടിച്ചു എന്ന്. എന്ത് പറ്റി? അല്ല, കുടിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടോളൂ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കുക, ഒരു സദ്യ കഴിച്ചിട്ട് ഈ പായസം കുറച്ച് കഴിക്കുകയും ചെയ്തു, ഇതിലെന്തോ ഒരു അപകടം പെട്ടുപോയി എന്നുള്ള സംശയത്തിൽ പിന്നെ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ തോന്നും. എവിടെയെങ്കിലും ഒന്ന് ഇതുകൊണ്ട് കളഞ്ഞാൽ സമാധാനം അല്ലേ? ഒരു നിമിഷം കൊണ്ടൊരു ഡൗട്ട് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതോടുകൂടി
ജീവിതം അല്ലേ ആസ്വദിക്കാൻ പറ്റുന്നത് അവിടം കൊണ്ട് തീർന്നു. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? ആ ഒരു കാലഘട്ടത്തിൽ ആ കോവിഡുള്ള സമയത്ത് അനുഭവമല്ലേ നമുക്ക്? കോവിഡുള്ള സമയത്ത് ആരെങ്കിലും അടുത്തിരുന്ന് തുമ്മി അപ്പം നമുക്ക് പേടി ചെയ്യും, ഇത് നമുക്ക് കിട്ടുമോ എന്നുള്ളത്. കാരണം അത്രയും പേടിച്ചൊരു കാലം. ആണോ അല്ലേ? അപ്പോൾ ഈ തരത്തിൽ മനസ്സിനൊരു പേടി വന്ന്, മനസ്സിനൊരു അസ്വസ്ഥത വന്നാൽ അത് ജീവിതത്തെ തന്നെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഭാഗവതത്തിലും ഗീതയിലൊക്കെ കൃഷ്ണൻ പറഞ്ഞത്, കരുത്തുള്ള മനസ്സ് നേടിയെടുക്കൂ, അതിനുവേണ്ടി പ്രയത്നിക്കൂ. അത് തന്നെയാണ് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നരകത്തെ മറികടക്കാനുള്ള, ദുരിതത്തെ മറികടക്കാനുള്ള വഴി. എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഓർക്കണം, മനസ്സിന് കരുത്തുണ്ടെങ്കിൽ നരകം കടക്കാൻ എളുപ്പമാണ്. മനസ്സിന് കരുത്തില്ലെങ്കിൽ ദുരിതം നരകത്തിലും നരകമായി പറയൂ മാറും. മനസ്സാണ് തീരുമാനിക്കുന്നത് ദുരിതം നരകമാക്കണോ, മനസ്സാണ് തീരുമാനിക്കുന്നത് നരകത്തെ മറികടക്കാൻ കരുത്ത് വേണോ എന്നൊക്കെ. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഇത് ക്ലിയർ ആയിട്ടുണ്ടോ പിന്നെ അതിൻ്റെ പണിപ്പുരയിലിരിക്കുക. ഇതിനെങ്ങനെ എനിക്ക് കരുത്തുള്ളതാക്കി തീർക്കാൻ സാധിക്കും? ഈ ഒറ്റ കാര്യം നിങ്ങളുടെ തലയിൽ ഉറച്ചു കിട്ടിയാൽ ഭാഗവതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്തമ വഴികാട്ടിയായിട്ട് മാറും.